നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ആവേശകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിലൂടെ ഓസീസ് തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. ഇതോടെ ഇനിയുള്ള 3 മത്സരങ്ങളും വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. ബ്രിസ്ബേണിലെ ജയം ഇരു കൂട്ടരെ സംബന്ധിച്ചും അഭിമാന പ്രശ്നം കൂടിയാണ്. എന്ത് വില കൊടുത്തും ജയിക്കാൻ ഇരു കൂട്ടരും ഇറങ്ങുമ്പോൾ പോരാട്ടം തീപാറുമെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഇന്ത്യ 3ാം ടെസ്റ്റിന് ഇറങ്ങും മുൻപ് എല്ലാവരും ചർച്ചയാക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ഫോമാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ പേർത്തിൽ വിജയം നേടിയത് ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. എന്നാൽ രണ്ടാം മത്സരത്തിൽ രോഹിത് നായകനായി എത്തിയതോടെ ഇന്ത്യ തോൽവി വഴങ്ങുകയായിരുന്നു. ഇതോടെ വലിയ വിമർശനം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ ഉയർന്നു. 3ാം ടെസ്റ്റിൽ ഇന്ത്യയെ ജസ്പ്രീത് ബുംറ നയിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ്. ഇപ്പോഴത്തെ ഇന്ത്യ രോഹിത് ശർമ്മയെ മാറ്റി പകരം ബുംറയെ നായകനാക്കണോ എന്നതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ഓസീസ് താരവും പരിശീലകനുമായ സൈമൺ കാറ്റിച്ച്. പെർത്തിൽ ജസ്പ്രീത് ബുംറ ഇന്ത്യയെ ജയിപ്പിച്ച തന്ത്രം രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് നഷ്ടമായി എന്നാണ് കാറ്റിച്ച് പറയുന്നത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ആ വിജയതാളം നഷ്ടമായിരിക്കുകയാണ്. ബുംറ നായകനാകുമ്പോൾ ബോളർമാരുടെ ലെങ്ത് നോക്കുക, അവർ ബുംറ മുന്നിൽ നിന്ന് തന്നെ താരങ്ങൾക്ക് എങ്ങനെ എറിയണമെന്ന് കാട്ടിക്കൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. പെർത്തിൽ ഇന്ത്യ സ്റ്റെമ്പിന് ആക്രമിക്കുകയും നേരെയുള്ള ലെങ്ത് ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ അഡ്ലെയ്ഡിൽ ഇത്തരം ഒരു ലൈനും ലെങ്തും അവർ ഉപയോഗിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് കാറ്റിച്ച്. എന്ത് വില കൊടുത്തും രണ്ടാം ടെസ്റ്റ് ജയിക്കേണ്ടതായിരുന്നു ഇന്ത്യക്ക്. ഈ സമ്മർദ്ദത്തെ മുതലാക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിക്കാതെ പോയി. ഓസീസിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഫീൽഡ് ഒരുക്കാൻ രോഹിത്തിന് സാധിച്ചില്ല എന്നും കാറ്റിച്ച് വിമർശിക്കുകയാണ്. ഓസീസിനെ ഒരു സമയത്തും സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ലായിരുന്നു. പെർത്തിലെ ഗംഭീര ജയം നേടിക്കൊടുത്ത ആധിപത്യം മുതലാക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യക്ക് സാധിക്കാതെ പോയി. ഏത് ടീമിന്റെയും നായകൻ മുന്നിൽ നിന്ന് നയിക്കുന്നവർ ആയിരിക്കണം. രോഹിത് ശർമ്മ സമീപകാലത്തായി ബാറ്റിംഗിൽ വളരെ മോശമാണ്. ക്യാപ്റ്റൻസിയിലും ഇത് ആവർത്തിക്കുകയാണോ എന്നാണ് സൈമൺ കാറ്റിച്ച് ചോദിക്കുന്നത്. ബാറ്റിംഗിലെ മോശം ഫോം ടീമിനെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. ബാറ്റർ എന്ന നിലയിൽ രോഹിത് ഫ്ലോപ്പാകുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും മോശമായി മാറുകയാണ്. എന്നാൽ ബുംറ അങ്ങനെയല്ല. നായകൻ എന്ന നിലയിൽ ബുംറ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ തന്നെ സഹതാരങ്ങൾക്കും ആവേശമാവുകയാണ്. ബുംറ പന്ത് കൊണ്ട് തുടക്കത്തിലെ വിക്കറ്റ് നേടി എതിർ ടീമിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ പിന്നാലെ എത്തുന്ന ബോളർമാർക്കും ഇത് ഗുണം ചെയ്യുന്നു. സമ്മർദ്ദ സാഹചര്യത്തിൽ സ്വയം പന്തെടുത്ത് കൂട്ടുകെട്ട് പൊളിക്കാനും ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു മികവ് നായകൻ രോഹിത് ശർമ്മയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ ഇപ്പോൾ ദുരന്തമായി മാറിയിരിക്കുകയാണെന്നുമാണ് സൈമൺ കാറ്റിച്ച് പറയുന്നത്. പ്രായവും മോശം ഫോമും അദ്ദേഹത്തെ വേട്ടയാടുന്നതിനാൽ തന്നെ രോഹിത് വഴിമാറുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നവർ ഏറെയാണ്. ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഗാബ ടെസ്റ്റ് നിർണായകമാണ്. ഇതിനു മുൻപ് ഓസ്ട്രേലിയയെ ഗാബയിൽ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇതിന് പകരം വീട്ടേണ്ടത് ആതിഥേയരെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ സ്ഥിരതയോടെ കളിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മുതലാക്കാൻ ഓസ്ട്രേലിയ ശ്രമിക്കുമ്പോൾ എന്ത് വില കൊടുത്തും ഓസ്ട്രേലിയയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഇന്ത്യൻ ടീമിനുണ്ടാവുക.